Good afternoon, everyone. Good afternoon. ക്ലാസ്സിലുണ്ടോ എല്ലാവരും? എന്നും ഞാൻ തന്നെയാണ്. ഓക്കെ, ക്ലാസ്സിലുണ്ടോ എല്ലാവരും? Yes, miss. Okay, so let's start today's class. Start ചെയ്യാം നമുക്ക്. prayer ആരാ ചൊല്ലാം? ഇന്ന് prayer ആരാണ്? ഞാൻ ചെയ്യാം. Okay. Dear God, thank you for this day and the blessing you have given me. Guide my steps, fill my heart with peace, and help me to show kindness to others. Grant me strength, wisdom, and love in all that I do. Thank you. Okay, then God of today. Out of three ആരാ പറയാ? ഞാൻ പറയാം മിസ്. Okay. Education is the most powerful weapon when you can use to change the world. Nelson Mandela. Okay. അപ്പോ നിങ്ങൾ നോക്കിയിരുന്നോ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കിയിരുന്നോ? റിവൈൻഡ് ചെയ്ത് നോക്കിയിരുന്നോ എല്ലാവരും? Yes, miss. നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ നോക്കി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടോ? ഓക്കെ, ഇല്ല. മഞ്ജുഷ, ഞാൻ മിസ്സിനോട് പറഞ്ഞിട്ടുണ്ടേ. മഞ്ജുഷ ക്ലാസ്സിലുണ്ടോ? മിസ് ഉണ്ട്. മിസ് എന്നെ മെസ്സേജ് അയച്ചിരുന്നു. മിസ് പിന്നെ എക്സാം നിങ്ങൾക്ക് ടേം 1 പറഞ്ഞു അല്ല, ടേം 1 ടേം 2 ആയിട്ട് എക്സാം നടത്താം. അതില് ഇംഗ്ലീഷ് 10 ക്വസ്റ്റ്യൻ വീതമാണ് കേട്ടോ. ടേം 1ഉം ടേം 2ലും 10 ക്വസ്റ്റ്യൻസ് വീതമാണ് വരാം. 2 മാർക്ക് വെച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യനും വരാം. 40 ക്വസ്റ്റ്യൻ അല്ലാത്ത നിങ്ങളുടെ പോർഷൻസിൽ നിന്ന് വരും കേട്ടോ. ഓക്കെ, അങ്ങനെ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ്. 100 മാർക്കിലാണ് എക്സാം വരുന്നത്. ടേം 1 ആൻഡ് ടേം 2 സെയിം തന്നെയാണ്. രണ്ടും 100 മാർക്സിലാണ് വരാം. ഓക്കെ, ഇനി എക്സാമിനെ കുറിച്ച് വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ. 10 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഇംഗ്ലീഷിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ ഉണ്ടാകും. ബാക്കി 40 ക്വസ്റ്റ്യൻ. അങ്ങനെ ടോട്ടൽ 50 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഓരോ ടൈമിലും 100 മാർക്ക് വീതം. ഓക്കെ, ക്ലിയർ അല്ലേ? Yes. Okay, miss. ഓക്കെ, ദെൻ ഫൈനൽ എക്സാം അറിയാലോ, സബ്ജക്ട് വൈസ് ആണ്. ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റിൽ നിന്നും 50 ക്വസ്റ്റ്യൻസ് വീതം. ഇങ്ങനെയാണ് കേട്ടോ. എല്ലാ സബ്ജക്റ്റും 100 മാർക്കിലാണ് ഫൈനൽ എക്സാം. അപ്പൊ ഇനി എക്സാമിന് സെപ്പറേറ്റ് ദിവസമായിട്ടാണോ വരാ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒന്നിച്ചാണോ വരാ? അത് സെപ്പറേറ്റ് ആയിരിക്കും കേട്ടോ. ഓരോ സബ്ജക്റ്റ് ആയിട്ടാണ് വരാട്ടോ. ഓരോന്നും ഓരോ ദിവസം. ഇംഗ്ലീഷ് ഒരു ദിവസം, അങ്ങനെ ഇങ്ങനെയായിരിക്കും വരാം. ഓക്കെ, അപ്പൊ എക്സാമിന് ഡൗട്ട് എല്ലാം മാറിയല്ലോ, ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് ഞാൻ പറയേണ്ടത്? നമ്മുടെ ഇംഗ്ലീഷ് ചാപ്റ്ററിൽ ഞാൻ ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്തു. നമ്മുടെ ടേം 1ലേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു. ഇനി എന്താ അറിയേണ്ടത് നിങ്ങൾക്ക്? പറയൂ, ഇതിന് ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഒരു ആക്ടിവിറ്റി ആയിട്ട് ഞാൻ എന്നാല് ഓക്കെ, നിങ്ങളുടെ സ്ക്രീനിലോട്ട് നോക്കാം. സ്ക്രീനിൽ നമുക്ക് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലെ, 16 റൈറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ സ്റ്റോറി കൊടുത്തിട്ടുണ്ട് അല്ലെ, ഫില്ല് ചെയ്യാനുള്ള ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, റിലേറ്റബിൾ ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന ഐഡിയാസ് കൊടുത്ത് നൈസ് ആയിട്ടൊന്ന് സ്റ്റോറി ആക്കി ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഓക്കെ ആണോ? ചെയ്താലോ നമുക്ക്? A farmer and a painter
walk in forest. Here a bear coming comes with fear. Farmer climbs tree and hide. When the forest flat as if dead, the bear sniff, then dead, go away. നമുക്ക് സ്റ്റോറി അറിയാവുന്നതാണ് അല്ലെ? Farmer comes down, asks what the bear say, never to make friends with one, run away when friend in danger. Okay. സ്റ്റോറി എല്ലാവർക്കും അറിയോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ കഥ? എന്താണ് എന്തോ? ഇല്ല ഇല്ലെന്നാണോ പറഞ്ഞേ? കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ട്. ഓക്കെ. എന്തായാലും നമുക്കൊന്ന് ഫിൽ ചെയ്താലോ? സ്റ്റോറി ആക്കിയാലോ നമുക്ക്? നിങ്ങൾ ക്ലാസ്സിലുണ്ടോ എല്ലാവരും? ആക്റ്റീവ് ആണോ? ഇപ്പോ കോഴ്സ് കഴിയാൻ ദിവസങ്ങളൊന്നും ഇല്ലല്ലോ. കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആകും, എല്ലാവരും സംസാരിക്കൂ. ഓക്കെ മിസ്. ആക്ടിവിറ്റി വേണം, സംസാരിക്കണോ? എന്ത് ചെയ്യണം? ഓക്കെ മിസ്. എന്താ വേണ്ട? ആക്ടിവിറ്റി വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചിരിക്കണോ? എന്ത് ചെയ്യണം? സ്റ്റോറി ഫില്ലിംഗ് ചെയ്യാം. സ്റ്റോറി ഫിൽ ചെയ്യാം. ഓക്കെ. അപ്പൊ നടക്കട്ടെ, എല്ലാവരും ചെയ്യൂ. അതിനുശേഷം എന്നോട് പറയോ? ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കോ? എന്താ മിസ്സേ? ഓക്കെ. സ്റ്റോറി സെറ്റ് ആയതിനു ശേഷം എന്നോട് പറയോ? ഒരുപാട് ടൈം എടുക്കും അല്ലെങ്കിൽ. ഓക്കെ ഓക്കെ, ട്രൈ ചെയ്യാം. യെസ്, വെരി ഗുഡ്. ഓക്കെ, ദെൻ ഉഷ, അനിൽ. യെസ്. എന്താണ് സൈലന്റ് ആണല്ലോ? കേട്ടോണ്ടിരിക്കുക മിസ്സേ. ഒന്നും ഉണ്ടായില്ലല്ലോ. അവരൊക്കെ ചെയ്യട്ടെ എന്ന് വെച്ചാണ്. ഓക്കെ. ഗീതക്ക് ജോലി കിട്ടി, ഞങ്ങൾ എല്ലാവരും അറിഞ്ഞു. ശരിയാണ്. അതിനുശേഷം കാണാൻ പറ്റിയില്ല ആളെ. ഞാനും 19-ാം തീയതി പോവാണ് മിസ്സേ, ജൂലൈ 19. എവിടെയാ? നാഗാലാൻഡിലെ. അവിടെ ഞാൻ നേരത്തെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാ. ഇപ്പൊ ഇത് പഠിച്ചത് കൊണ്ട് ഞാൻ അവിടെ ലോവർ സെക്ഷൻ ടീച്ചേഴ്സ് ഇൻചാർജ് ആയിട്ട് കിട്ടി. ഇപ്പൊ എവിടെയാണ് ശരിക്കും? ഞാനിപ്പം ഇവിടെ എന്റെ വീട്ടിലാണ്, പത്തനംതിട്ടയിലാണ്. 19-ാം തീയതി ഞാൻ പോകും. അവര് വിളിച്ചിരിക്കുന്നു. പിന്നെ എന്ന ജോലി ഞാൻ ചെയ്തിരുന്നു, അത് പ്രൊമോഷനോടുകൂടി ഇനിയിപ്പം ടീച്ചേഴ്സിനെ ഇൻസ്പെക്ഷൻ ചെയ്യാൻ ലോവർ സെക്ഷൻ മോണ്ടിസോറി മെത്തേഡ് അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ എങ്ങനെയാ, നേരത്തെയും അവിടെ തന്നെ ആയിരുന്നോ വർക്ക് ചെയ്തേ? ഞാന് ഒരു വർഷം ഞാനൊന്ന് തെന്നി വീണു, ഒരു ഇഞ്ചുറി ഉണ്ടായി. അതുകൊണ്ട് വീട്ടിൽ വന്നു. ഇവിടെ അങ്ങ് പോയില്ല. പിന്നെ ഇപ്പം 3-4 മാസമായി ജോലി ചെയ്യാതിരിക്കുമായിരുന്നു. അവിടെയും ഓഫീസിലൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം മോണ്ടിസോറി പഠിക്കുന്നെന്ന് അറിഞ്ഞപ്പോ അവര് ഇത് ലോവർ സെക്ഷൻ ഇൻചാർജ് തന്നിരിക്കുന്നു, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റീവ് ഇൻചാർജ്. അപ്പോ നമുക്ക് അവിടെ ലാംഗ്വേജ് എങ്ങനെയാ? ഇംഗ്ലീഷാണ്. അവിടെ പിന്നെ സംസാരമൊക്കെ അവിടെ നാഗാമീസ് ആണ്. അതൊക്കെ എനിക്ക് പക്കയാണ്. അവരെക്കാൾ നന്നായി ഞാൻ സംസാരിക്കും. അത് ഞാൻ ഒത്തിരി വർഷമായി അവിടെ ആയിട്ടേ. അപ്പം അവരെക്കാൾ നന്നായി ഞാൻ പഠിച്ചു കഴിഞ്ഞു നാഗാമീസ്. എന്റെ ഫാമിലി ഉണ്ട്, ഹസ്ബൻഡും അവിടെ, ഹസ്ബൻഡും ഞാനും. രണ്ടുപേരും അവിടാണ്. രണ്ടുപേരും സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഞാന് ഓഫീസ് വർക്കായിരുന്നു ചെയ്തോണ്ട്. ഓഫീസ് എന്ന് പറഞ്ഞാല് ഓഫീസ് വർക്കും അല്ല, പിന്നെ ടീച്ചേഴ്സിന്റെ ലോവർ സെക്ഷനൊക്കെ അവരുടെ ഇൻചാർജ് അല്ലാതെ ടീച്ചേഴ്സിന്റെ നോട്ടൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കുക, അവർ കുറേയേറെ പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ലോവർ സെക്ഷൻ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് എനിക്കെന്തോ നമ്മളതിന്റെ മേളിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളതിൽ
എക്സ്പെർട്ട് ആയിരിക്കണ്ടേ എന്നൊരു തോന്നൽ, ഈ ആക്ടിവിറ്റി മെത്തേഡൊക്കെ. അതിനുവേണ്ടിയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. ഇപ്പൊ അവര് ഞാനിനി അടുത്ത വർഷമേ പോകുന്നുള്ളൂ, എക്സാം എല്ലാം ഇവിടുന്ന് കഴിഞ്ഞിട്ട് പോകാം എന്നാണ് കരുതിയത്. അപ്പൊ അവര് വിളിച്ചു, പഠിത്തം ഒരുവിധം കഴിഞ്ഞു എങ്കിലേ ഇനിയിപ്പൊ അതിന്റെ ഇൻചാർജ് ആയിട്ട് വരാൻ പറഞ്ഞ്. അപ്പൊ 19-ാം തീയതി വിടുവാണ്. കാണും. അവിടെ വെച്ച് അറ്റൻഡ് ചെയ്യും. ഏകദേശം മോണ്ടിസോറി ഒക്കെ അറിഞ്ഞു അല്ലെ, മനസ്സിലായി പഠിപ്പിക്കാവുന്നതായിട്ടുണ്ട്. പഠിപ്പിക്കല്ല, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിലൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇനി അവരെങ്ങനെയൊക്കെയാണ്, നമ്മൾ പഠിച്ചോണ്ട് നമുക്കൊരു ധൈര്യമാണ്. അവര് പ്രൊമോഷനോടെ ഇത് പഠിച്ചു എന്ന് കേട്ടപ്പോ തന്നപ്പം എന്നാ പോയേക്കാന്ന് വെച്ചല്ല, ഞാന് അടുത്ത വർഷം പോകാം, അല്ലെങ്കിൽ ഇനി വേണ്ട എന്നും ഒക്കെ ചിന്തിച്ചതായിരുന്നു. ഹസ്ബൻഡ് ഇപ്പോഴും അവിടെ തന്നെ അല്ലേ? ഹസ്ബൻഡ് അവിടെ തന്നെ. നാട്ടില് ഇപ്പൊ റെസ്റ്റ് ചെയ്യുവാണ്. നാട്ടിൽ ജോലിയൊന്നുമില്ല. അപ്പൊ ഈ ഒരു കാലയളവിൽ ഇത് മോണ്ടിസോറി ഇത് മൊത്തം ഒന്ന് ചെയ്യാൻ പറ്റി. അവിടെ ആണെ പിന്നെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. 2 മണി വരെ സ്കൂളാണ്. 8 തൊട്ട് 2 മണി വരെ അവിടെ. അപ്പൊ നമ്മ ക്ലാസ്സിലൊക്കെ കേറാൻ പാടായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് സുഖമായിട്ടെല്ലാം ചെയ്തു. ഇനിയിപ്പൊ തീരാറായപ്പം കുഴപ്പമില്ല, അവരും വിളിച്ചു, എന്നാ പോക്കളയാവെന്ന് കരുതി. ടൈം ഒട്ടും വേസ്റ്റ് ചെയ്തില്ല. ഒട്ടും കളഞ്ഞില്ല. വയ്യാതിരുന്നത് ഈ ഒരു പരിപാടി നടത്തി. ഞാൻ ജിഷമിസിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് ഇപ്പൊ ഇത് ഈ ഉണ്ടാക്കിയ ആക്ടിവിറ്റി ഉണ്ടാക്കിയ കുറേ സാധനങ്ങൾ അതെല്ലാം എനിക്ക് അങ്ങോട്ട് ക്യാരി ചെയ്യാൻ പാടാണ്. കാരണം ഇങ്ങനൊരു ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്നതുകൊണ്ട്. അപ്പം ഞാൻ ഒന്ന് ഓഫീസിൽ ചോദിച്ചിട്ട് ഇതെല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടി, പിന്നെ മതി വൈവയൊക്കെ ഒന്ന് കാണിക്കാനേ ഉള്ളൊരു പെർമിഷൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ജിഷമിസ് പറയാമെന്ന് പറഞ്ഞു. സന്തോഷം. ഒരുപാട് പേര് ഇപ്പോ ജോലിക്ക് കയറുന്നുണ്ട്. കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷാണല്ലോ. അതെ അതെ അതെ. പിന്നെന്താ, ഇനി എന്താ പറയാ, എന്തെങ്കിലും പറയാൻ ആർക്കെങ്കിലും? എക്സാം വിചാരിച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കുക. എന്തോ? എക്സാമിനെ വിചാരിച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കുക. എന്തിനാ ടെൻഷൻ? അതല്ല അങ്ങനല്ല, ഞാനൊരു പ്രഗ്നന്റ് ആയിരുന്നു. ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് പിന്നെ 2 മാസമായിട്ടേ ഉള്ളൂ. ആ ടൈമിലും ക്ലാസ് ഒന്നും അങ്ങനെ ലൈവ് ക്ലാസ് കേൾക്കാൻ സാധിച്ചില്ല, റെക്കോർഡ് ക്ലാസ് കേൾക്കാൻ സാധിച്ചില്ല. ഇപ്പൊ ഒരു 2.5 വയസ്സുള്ള ഒരു മോനുണ്ട്. അപ്പൊ 2 ആളെ കീപ്പ് ചെയ്യണം, വീടും എല്ലാം കൂടിയായിട്ട് ഒരു ടെൻഷൻ എക്സാം അടുത്തപ്പോ. അതിന് ടെൻഷൻ ആണല്ലേ, ഒന്നും പഠിക്കാനും പറ്റുന്നില്ല അല്ലേ? ഒരാളെ നല്ലോണം ഉറക്കി കിടത്തി റെഡിയാക്കി നമുക്ക് ഇരിക്കാന്ന് വിചാരിക്കുന്നത്, മറ്റേയാൾ ഉണർന്ന് കരയും. അയ്യൊരു കളിയിലാണ്. ഇംഗ്ലീഷ് ഞാൻ പറ്റാവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ. ഇനി എന്തെങ്കിലും മൊബൈൽ നമ്പർ കിട്ടുമെങ്കിൽ സുഖമായിരുന്നു, വിളിച്ച് കോണ്ടാക്ട് ചെയ്യാൻ. ജിഷമിസിനോട് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ. ജിഷാമിസിനും ഒക്കെ അറിയാം, ഞാൻ ജിഷാമിസിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്പറിന് ചോദിച്ചിട്ടില്ല. അല്ലാതെ അറിയാം, മിസ്സിനോട് സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജിഷമിസിനോട് ചോദിച്ചാൽ മതി. ഓക്കെ. അപ്പൊ എനിക്ക് പറഞ്ഞുതരാം, കുറച്ചൊക്കെ എന്താണ് ഡൗട്ട് പറഞ്ഞുതരാൻ. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? മെയിൻ എക്സാം നമുക്ക് അടുത്ത മാസം ഉണ്ടാവോ? ഷുവർ ആയിട്ടും ഉണ്ടാവോ?
പിന്നോ ഉണ്ടാവോ? അല്ല, അടുത്ത മാസം ട്രെയിനിങ്ങിന് ഇന്റേൺഷിപ്പിന് കയറാൻ മോൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് ചോദിച്ചേക്കണത്. കഴിഞ്ഞ കൊല്ലം അവസാനം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ജൂണിൽ ചോദിച്ചപ്പോ ജൂണിൽ നമുക്ക് LKG കുട്ടികള് സ്റ്റാർട്ടിങ് അല്ല, അവർക്ക് പുതിയ കുട്ടികൾ വന്നുകൊണ്ടിരിക്കില്ല. അപ്പൊ അത് വേണ്ട, ജൂലൈയിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ജൂലൈയിൽ വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മൾ അതിന്റെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ എക്സാമാന്ന് പറഞ്ഞപ്പോ ഓഗസ്റ്റിലായിരിക്കും എക്സാം എന്നാ കരുതിയിട്ടുണ്ടായിരുന്നേ. അപ്പോ രണ്ടും കൂടി പറ്റുമോ? എനിക്ക് എക്സാം ടൈമിംഗ് ആണ് ഉദ്ദേശിച്ചത്. അല്ല, നമുക്ക് ആ 7 എക്സാം ഉണ്ടല്ലോ. അപ്പോ എക്സാമും ട്രെയിനിങ്ങും കൂടി ആവുമ്പോ ബുദ്ധിമുട്ടാവില്ലേ? അപ്പോ എക്സാം ജൂലൈയിൽ തന്നെ ഉണ്ടാവുമോന്ന് ചോദിക്കും. ആവോ? അത്രയും ഇതിപ്പോ ടേം എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ തുടങ്ങും. പ്രാക്ടിക്കൽ ഉണ്ടാകും, വൈവ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ എക്സാം ശരിക്കും വരിക. അപ്പൊ അതിന് ടൈം എടുക്കുമെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ടേം 2 നിങ്ങൾക്ക് 26-നോ 7-നോ 8-നാണ്. അപ്പോ നെക്സ്റ്റ് മന്ത് എക്സാം വരാൻ ചാൻസ് കുറവാണ്. പ്രാക്ടിക്കൽ ഉണ്ടാകും. പിന്നെ കറക്റ്റ് ആണ്. ജിഷമിസിനോട് ചോദിച്ചോ കേട്ടോ. ടൈം പ്രാക്ടിക്കൽ ഒക്കെ എടുക്കുന്നത് ജിഷമിസ് ഒക്കെയാണ്. ഞാൻ എന്താ വെച്ചാല്, നമുക്കിപ്പോ വൈവയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലല്ലോ. നമ്മളെ ഇന്റേൺഷിപ്പിന് പോണതിന്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ജൂലൈയിൽ അത് ചെയ്യാന്നുണ്ടെങ്കിൽ ഓഗസ്റ്റിൽ എക്സാമും കൂടി ആകുമ്പോൾ കംപ്ലീറ്റഡ് ആവുള്ളൂ. നമ്മുടെ കോഴ്സും കംപ്ലീറ്റ് ആയി, നമ്മുടെ ട്രെയിനിങ്ങും അതോടെ കഴിയൂലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോ ഓഗസ്റ്റിലാണ് എക്സാം എന്നുണ്ടെങ്കിൽ ജൂലൈയിൽ തന്നെ പോവായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ HM-നോട് എന്തെങ്കിലും പറയേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ കറക്റ്റ് ആയിട്ട് അറിഞ്ഞാ നമുക്ക് പറയായിരുന്നു എന്ന് വിചാരിച്ചിട്ടേ. ശരിയാ. കാരണം പ്രാക്ടിക്കൽ ഒക്കെ ജിഷമിസ് ആണ് ഹാൻഡിൽ ചെയ്യുക. ജിഷമിസും അപർണയ്ക്കാണ് ഹാൻഡിൽ ചെയ്യുക. എനിക്ക് തോന്നുന്ന ഒരു 1 month എടുക്കാറുണ്ട് പൊതുവെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ആണെങ്കിൽ അറിയില്ല. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഓഗസ്റ്റിലായിരിക്കും. ഇപ്പൊ നമ്മൾ പ്രാക്ടിക്കലിന് അങ്ങോട്ട് വരുമല്ലോ സെന്ററിലേക്ക് നമുക്ക്. അപ്പോ നമുക്കിപ്പോ ഈ ജൂലൈയിൽ നമ്മൾ ട്രെയിനിങ്ങിനാവുമ്പോ വരാൻ പറ്റിയില്ല എങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ? അത് മിക്കവാറും സാറ്റർഡേ ആയിരിക്കും. അതെല്ലേ? ഓക്കെ. പൊതുവെ വരാം. സാറ്റർഡേ ആണ് മിക്കവാറും. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് ആയിരിക്കും എക്സാം കേട്ടോ. ഒന്ന് കൺഫേം ചെയ്യാണ്ട് ജിഷമിസിനോടൊന്ന് ചോദിക്കാം. ശരി മിസ്. പ്രാക്ടിക്കൽ ഡ്യൂറേഷൻ ഒക്കെ കറക്റ്റ് ആണ് ജിഷമിസിന് അറിയാൻ പറ്റും. ഓക്കെ. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഈ മോഡലിന്റെ എക്സാം എഴുതണതിന്റെ കാര്യങ്ങളൊക്കെ ഒന്നും നമുക്കറിയില്ലല്ലോ. അല്ല, എങ്ങനെയാ ഇത് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് ഓൾറെഡി നമുക്ക് പറഞ്ഞു തരുമോ വെള്ളിയാഴ്ചക്ക് മുന്നേ ആയിട്ട്? അതേപോലെ തന്നെ നമ്മള് എങ്ങനെയാ മോക്ക് ടെസ്റ്റ് ചെയ്യുക? അതുങ്ങളുടെ മെയിൽ ID അല്ലെ? സെലക്ട് ചെയ്യുന്നു, ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ് മോഡലും മെയിൻ എക്സാം അങ്ങനെയൊക്കെ തന്നെയാണ്, സെയിം ആണ്. ടെൻഷൻ എടുക്കണ്ട. എക്സാമിനെ കുറിച്ച് ടെൻഷൻ എല്ലാവർക്കും. ഈ ക്ലാസ്സിലെ ലിങ്ക് വന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെയല്ലേ വരുന്നത്? അല്ലെങ്കിൽ വേറെ വല്ല സൂമിലൊന്നല്ലല്ലോ? ഇല്ല, ലിങ്ക് തന്നെയാണ്. നല്ല ടെൻഷൻ ഉണ്ടെന്നുകൊണ്ടല്ലോ എല്ലാവർക്കും. മോഡലിന്റെ മാർക്ക് പബ്ലിക് എക്സാമിൽ ആഡ് ചെയ്യോ? ഇല്ലല്ലേ? അല്ല ഈ പ്രാക്ടിക്കൽ വരുന്നത് എപ്പോ മുതൽ എടുത്തു തുടങ്ങുക? എങ്ങനെയാണ് അത്? പ്രാക്ടിക്കൽ വരുന്നത് സാധാരണ മോഡൽ എക്സാം കഴിഞ്ഞിട്ടാണ് പ്രാക്ടിക്കൽ ചെയ്യുക. അത് കഴിയുമ്പോഴാണ് ഫൈനൽ എക്സാം വരുന്നത്. ഇല്ല, ഇവിടെ ഒരു ദിവസം ഇവിടെ വരേണ്ടി വരും കേട്ടോ. സെന്ററിൽ വരണം ഒരു ദിവസം. നമ്മള് ചെയ്ത വർക്കുകളൊക്കെ ആയിട്ട് വരാനാണോ, അതോ അത് പ്രാക്ടിക്കൽ സെക്ഷൻ വേറെ ആയിട്ട് അങ്ങനെ ചെയ്യുന്നതാണോ? എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. പ്രാക്ടിക്കൽ സെക്ഷൻ ആയിട്ട് എനിക്ക് പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും ഇല്ല. അതൊന്ന് ഷമിസിനോട് ചോദിച്ചത് അറിയാൻ പറ്റും. കറക്റ്റ് ഷമിസൊക്കെയാണ് അത് ഹാൻഡിൽ ചെയ്യുക. എനിക്ക് എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്
നിങ്ങൾക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് പ്രാക്ടിക്കൽ വരുന്നത് കോണ്ടെക്സ്റ്റ് ആണ്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യേണ്ട കാര്യം, പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. കോണ്ടെക്സ്റ്റ് എടുക്കുന്നു, അതാണ് ഇംഗ്ലീഷിൽ വരുന്ന ഒരു പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഫോണിക്സ് നിങ്ങൾക്ക് വേറെ ബാച്ചിന്റെ കൂടെ വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ടൊരു ക്ലാസ് മതിയോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? പറയൂ, എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെ മിസ്റ്റർ? അതായത് വേറെ ബാച്ചും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ് വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ക്ലാസ്സിൽ മാത്രം മതിയോ എന്നാണ് ചോദിച്ചത്. നമ്മൾ വേറെ ബാച്ച് കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഓക്കെ മിസ് അത് മിസ്സിന്റെ കൺവീനിയന്റ് പോലെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ആരെങ്കിലും അത് പറയും, ഇൻഫോം ചെയ്യും കേട്ടോ. അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അത് 1 hour ആയിരിക്കില്ല, 1 hour കൂടുതൽ ക്ലാസ് ഉണ്ടാകും. ഓക്കെ, ഒരു ഐ തിങ്ക് 2 hour ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാ, മാക്സിമം പ്രാക്ടീസ് ചെയ്യാ. കോണ്ടെക്സ്റ്റ് ഏകദേശം നിങ്ങൾക്ക് അറിയാലോ. എന്താണ് കോണ്ടെക്സ്റ്റ് എല്ലാവർക്കും അറിയോ? അറിയാലോ? അറിയോ? ഉച്ചാരണത്തിന്റെ അല്ലേ മിസ് പറയുന്നത്? സൗണ്ട്സ് അല്ല മിസ്, എ ടു സെഡ് സൗണ്ട്സ്, അതിന്റെ സൗണ്ട്സ് അല്ലേ, എയുടെ ബീഡ് അങ്ങനെ ഓരോന്നിന്റെ സൗണ്ട് നമ്മൾ പറയുന്ന സൗണ്ട്സ്. യെസ്, പ്രൊണൗൺസിയേഷൻ ഉണ്ട്, സൗണ്ട്സ്, അതിന് ഓരോ ലെറ്റേഴ്സ് ഉണ്ട്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ആണ്, ഇതെല്ലാം പറഞ്ഞു തരും. ഓക്കെ, മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ പറയുന്ന ഓരോ വേർഡും തെറ്റാണ് പറയുന്നത്. ഓക്കെ, ഒരുപാട് വേർഡ് ഉണ്ട്. ഒരു വേർഡ് ടൈപ്പ് ചെയ്തിട്ടെ നിങ്ങൾ എങ്ങനെയാ പ്രൊണൗൺസ് ചെയ്യുന്നത് പറയണേ. ഇതൊരു ഫ്രൂട്ടിന്റെ നെയിം ആണ് കേട്ടോ. ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൊണൗൺസ് ചെയ്ത് എല്ലാവരും ഒന്ന് വായിച്ച് ചെയ്ത്. ലിച്ചിയാണോ മിസ്സേ? ലിച്ചി അല്ലേ മിസ്? എല്ലാവരും പറയും ലിച്ചി. ആ, എല്ലാവരും പറയുന്നത് ലിച്ചിയാണല്ലേ. ലിച്ചി അല്ലാത് ലൈച്ച്. ഓക്കെ, ലൈച്ചിയാണേ, ലൈച്ചി, നോട്ട് ലിച്ചി. അതുപോലെ നമ്മൾ പറയുന്ന മിക്ക വേർഡുകളും തെറ്റാണ്. ഓക്കെ, സന്തോഷായില്ലേ? അപ്പൊ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ ഇംഗ്ലീഷില്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറയുന്ന ചില വേർഡ്സ് ഒക്കെ കുറച്ചൊക്കെ എനിക്കിപ്പോ വേറെ ഇത് പറയൂ. കുക്കുംബർ. Cucumber. 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 Okay, cucumber. അതാണ് കുക്കുംബർ അല്ല, cucumber. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവര് ചിരിക്കും അല്ലേ? മിസ് എന്താ പറഞ്ഞ? കുക്കുംബർ. ഇതാണ് cucumber. Cucumber. ഞാൻ കോണ്ടെക്സ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ചിരിക്കരുത് കേട്ടോ. ഇങ്ങനെ പല cucumber. Cucumber എന്നാ പറയാ, cucumber. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് വരുമ്പോ ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം, എന്നിട്ട് കേൾക്കാം, ഒരു പ്രൊണൗൺസിയേഷൻ പറയും. മനസ്സിലായോ? ഒന്ന് കേൾക്കാം, അപ്പൊ മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇനിയൊരു വേർഡ് എന്താ? Squirrel എന്താ മിസ് പറയാ? Squirrel. സ്ക്യൂരലോ? ഞാനാണോ? ആ എന്തായിരിക്കും? അങ്ങനെയാണോ മിസ്?
എന്തായിരിക്കും? Curer. ആണോ? സെർച്ച് ചെയ്യും. ഓക്കെ, നമ്മൾ ഓരോ വേർഡ് പറയുമ്പോഴും സൂക്ഷിച്ചും കണ്ടും പറയണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കോണ്ടെക്സ്റ്റിൽ എടുക്കുക. ഒരുപാട് നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന പല വേർഡ്സും മിസ്റ്റേക്ക് ആണ്. ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആ ടൈമിൽ ഞാൻ എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, ഓരോ ലെറ്റർ അടക്കം എങ്ങനെയാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുക എല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഇതെന്താ പറയാ? ആ സമീറ, അതെന്താണ് സമീറ? കങ്കരു. Kangaroo. കാങ്കരു ആണ്. കാങ്കരു അല്ല. കങ്കരു. എന്നിട്ട് ഞാൻ ടെക്സ്റ്റ് എന്തായിരുന്നു വായിച്ചേ? അറിയൂ? Open. മിസ് സൗണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ സൗണ്ട് പോലെ തന്നെ വായിച്ചു കൊടുത്താൽ മതി അല്ലേ? സൗണ്ട് പഠിച്ചാല് നമ്മൾ ആദ്യം സൗണ്ടിൽ തന്നെ ഓരോ വേർഡ്സും പ്രൊണൗൺസ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, മിസ്സേ ആ സൗണ്ട് ചിലതില് സെന്ററിൽ വരുമ്പോ ആ സൗണ്ടിന് പിന്നെയും പ്രൊണൗൺസിയേഷനിൽ വ്യത്യാസം വരുന്നില്ലേ? നമ്മളിപ്പോ ഫോണിക് സൗണ്ട് പറഞ്ഞിട്ട് ഫോണിക് സൗണ്ടിൽ നമ്മൾ ഒരു വേർഡ് വായിക്കാൻ നോക്കുമ്പോൾ ചില അക്ഷരങ്ങൾക്ക് 2 സൗണ്ട്സ് വരുന്നില്ലേ? ഇപ്പൊ വൈ എന്ന് പറയുമ്പോൾ മറ്റേ യാ എന്നും വരും. അത് ചില സമയം ഐ എന്നുമായിട്ട് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ വരുന്നില്ലേ? ആ സമയത്ത് അപ്പൊ അത് വേർഡിന് വ്യത്യാസം വരുന്നില്ലേ വായിക്കുന്ന സമയത്ത്? ഇപ്പൊ മിസ് ആദ്യം എഴുതിയത് എല്ലാരും ലിച്ചിന്ന് വായിച്ചില്ലേ? അപ്പൊ അവിടെ അതിന് വന്നത് വ്യത്യാസത്തിലല്ലേ? അതാ ഞാൻ ചോദിച്ചേ. സൗണ്ടിൽ വ്യത്യാസം വരുന്നുണ്ട്. ഒരക്ഷരത്തിന് തന്നെ 4 സൗണ്ട് ഒക്കെ വരുന്നതില്ലേ? അപ്പൊ അത് ഓരോ സെന്ററിൽ വരുന്ന സമയത്ത് സൗണ്ട് വ്യത്യാസം വരുമല്ലോ എന്ന് ചോദിച്ചേ. അത് നമ്മ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പുതിയൊരു വേർഡ് കാണുകയാണെങ്കിലേ അതപ്പോ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കറക്റ്റ് ആണ് പ്രൊണൗൺസിയേഷൻ പഠിക്കാം. എല്ലാവരും എങ്ങനെയാണ് ലിച്ചി എന്നാ വായിക്കാം. പൊതുവെ നമ്മുടെ നോളജ് കൊണ്ട് നമ്മൾ വായിക്കുന്ന കാര്യമാണ് ലിച്ചി. പക്ഷെ നിങ്ങളൊന്ന് സെർച്ച് നോക്കൂ, അപ്പൊ കേൾക്കാം പറയുന്നത് എന്താണെന്ന്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചോദിച്ചാൽ റീസൺ എനിക്ക് അറിയില്ല. അതുപോലെ നമ്മുടെ ഇവാൻ എഴുതുമ്പോൾ EVA എന്നല്ലേ ഇതാ ഇവ, പക്ഷെ IVA അല്ലേ ഇവ എന്ന് പറയാ റെഡിക്ക്. സ്പെല്ലിംഗ് തന്നെ നമ്മൾ പറയുന്നത് തെറ്റായിട്ട് വരുന്നുണ്ട്. അതെ, ഇപ്പോ ഡബ്ല്യു നമ്മൾ ഇടയ്ക്ക് ബി ആയിട്ടും പറയാറുണ്ട്. മനസ്സിലായോ? വിത്ത് അല്ലേ? പിന്നെ ബിക്ക് പകരം നമ്മൾ ഡബ്ല്യു ചെയ്യാറുണ്ട്. ചില സ്ഥലങ്ങൾ അങ്ങനെ എഴുതി കാണാറുണ്ട്. പിന്നെന്താണ് നിങ്ങൾക്ക് പറയാൻ വന്നു? എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതെന്താ വായിക്കുക സമീറ? Vehicle. ഇവിടെ എച്ച് സൈലന്റ് ആട്ടോ. വെഹിക്കിൾ വായിക്കാം. വെഹിക്കിൾ. നമ്മള് ഇതിപ്പോ ഞാൻ എടുക്കുന്ന ഓൺലൈൻ ആണ് കേട്ടോ. ഓൺലൈൻ എടുക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഇത് കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല. കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല, ക്ലിയർ ആണ്. കാരണം ചിലപ്പോ പ്രൊണൗൺസിയേഷൻ ഞാൻ പറയുന്നത് നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടാവാറുണ്ട്. കാരണം ഫോണിക്സ് എടുത്ത ടൈമിൽ അവരങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ് വെഹിക്കിൾ. നമുക്ക് വെഹിക്കിൾ. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നതിന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കേട്ട് പഠിക്കാം കേട്ടോ. അതെന്താ അത് കറക്റ്റ് എന്തോ എന്താ പറയാ, അത് കറക്റ്റ് ആ നേരെ തന്നെ പോകാം. വെഹിക്കിൾ. ഞാനത് കോണ്ടെക്സ്റ്റ് പഠിക്കുമ്പോ നമ്മൾ ഓരോ ലെറ്റേഴ്സ് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ബി അല്ല പറയാ, വ് എന്നാ പറയാ.
അത് രണ്ടും വീന്റെ സൗണ്ട് എന്നല്ലേ മിസ്സേ? അങ്ങനെയല്ലേ പറയുന്നത്? വീന്റെ സൗണ്ട് വീന്ന്. അപ്പൊ വെയ് എന്ന് പറയുമ്പോ അതിന്റെ സൗണ്ട് ഈ ആയിരിക്കും. അങ്ങനെ വെയ് അങ്ങനെയല്ലേ പറയുന്നേ? അങ്ങനെ കണക്ട് ചെയ്ത് പറയണം. ആ ഒരു ഒഴുക്കിലാണ് പറയുന്നത്. അത് ലെറ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാവും. അല്ലാതെ ഇവിടുന്ന് ഞാൻ പറഞ്ഞിട്ട് ഒന്നും ക്ലിയർ ആവില്ല. ഈ എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യാം? ഏയ് ഏയ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം നമുക്ക് ലെറ്റർ ആദ്യം ഞാൻ പഠിപ്പിക്കും. കോണ്ടെക്സ്റ്റിന്റെ ഓരോ ലെറ്റേഴ്സ് ഉണ്ട്. ആ ലെറ്റേഴ്സ് പഠിപ്പിക്കുമ്പോൾ ആ ലെറ്റർ വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന വേർഡൊക്കെ എഴുതാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും. എന്നാലേ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ എപ്പോഴെങ്കിലും ഞാൻ നോക്കട്ടെ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ സെപ്പറേറ്റ് ക്ലാസ് കാരണം എന്റെ പോർഷൻസ് എല്ലാം തീർന്നു. ഇനി ഞാൻ എന്താ എടുക്കേണ്ട ക്ലാസ്സിൽ എന്തായാലും ഡൗട്ടും ഇല്ല. ഇംഗ്ലീഷില് പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാനത് സോൾവ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ കോൺടാക്ട്സ് എടുക്കും. എന്റെ പോർഷൻസ് എല്ലാം ഞാൻ കവർ ചെയ്യും. എന്താണ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എല്ലാ യൂണിറ്റും ഒന്ന് പെട്ടെന്ന് രമ്യ കേട്ടില്ല. റിപ്പീറ്റ് പോലെ എല്ലാ യൂണിറ്റും ഒന്ന് പെട്ടെന്ന് ഓടിച്ചു പോകാൻ പറ്റുമോ? ഇമ്പോർട്ടന്റ് മാത്രം പറഞ്ഞാൽ നമുക്ക്. ഓ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാനാണോ? ആ എല്ലാ യൂണിറ്റും ഒരു ഇമ്പോർട്ടന്റ് മാത്രം. എന്നാ എല്ലാവർക്കും ഉപകാരപ്പെടുകയും ചെയ്യും. ക്ലാസ് കേൾക്കാത്ത എനിക്കും ഉപകാരപ്പെടും. ഓക്കെ, ഓരോ ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടന്റ് മാത്രം അങ്ങനെയാണോ പറഞ്ഞത്? ഓക്കെ, ഞാൻ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ? അത് ഓർമ്മയില്ലേ? ഇത് പറയണോ ഒന്നൂടെ? പറഞ്ഞു പോവാം, ജസ്റ്റ് പറയാം. നമ്മുടെ നൗൺ ചാപ്റ്ററില് പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ കളക്ട് ചെയ്യണം. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻ വന്നില്ലേ? വിച്ച് ഈസ് ആൻ ആബ്സ്ട്രാക്ട് നൗൺ ഇത് ചോദിക്കും. വിച്ച് ഈസ് ഐഡന്റിഫൈ വിച്ച് ഈസ് ആൻ ആബ്സ്ട്രാക്ട് നൗൺ ചോദിച്ചിട്ട് 4 ഓപ്ഷൻസ് വരും. അതിൽ ആബ്സ്ട്രാക്ട് നൗണിനെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് അത് ആൻസർ ചെയ്യാം. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ ഈ പറയുന്ന പ്രോപ്പർ, കോമൺ, ഈ 4 ടൈപ്സ് ഓഫ് നൗൺസ് എന്ന് വരാം. ഓക്കെ, ഇതിൽ പഠിക്കേണ്ടത് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ ഞാൻ പുറത്തുനിന്നായാലും ചോദിക്കും. ക്വസ്റ്റ്യൻസ് പുറത്തുനിന്നായാലും ഉണ്ടാവും. ഇപ്പൊ ഈ പറയുന്ന സ്ക്വാഡ്, ബഞ്ച്, പാക്ക്, ഫ്ലീറ്റ്, ജൂറി, കമ്മിറ്റി ഇതല്ലാതെ ഞാൻ അല്ലാതെ കുറച്ച് നോട്ട്സ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. കളക്റ്റീവ് നൗണിന് തന്നിരുന്നോ നോട്ട്? അപ്പോ പുറത്തുനിന്ന് കുറച്ച് കളക്റ്റീവ് നൗൺ ഞാൻ നോട്ട് തന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് കുറച്ചൊക്കെ ചോദിക്കാൻ ചാൻസ്, കുറച്ചല്ല ഒരു ക്വസ്റ്റ്യനേ വരുള്ളൂ. കളക്റ്റീവ് നൗണിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുള്ളൂ. പക്ഷെ ഇത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കളക്റ്റീവ് നൗൺ പഠിക്കണം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ കിട്ടും. എന്താണ് പ്രോപ്പർ, കോമൺ, ആബ്സ്ട്രാക്ട് എന്തായാലും നമുക്ക് അറിയാം. മനസ്സിലാക്കി പഠിച്ചതിന് ആൻസർ ചെയ്യാൻ പറ്റും. കളക്റ്റീവ് നൗൺ അങ്ങനെയല്ല, അത് പഠിച്ചാലും മാത്രമേ പറ്റൂ. അതുകൊണ്ട് കളക്റ്റീവ് നൗണിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, മോസ്റ്റ്ലി ചോദിച്ചിരിക്കുന്നത് ഫ്ലീറ്റ്, ഫ്ലോക്ക്, ബഞ്ച് ഞാൻ കുറച്ച് തന്നിരുന്നല്ലോ ഇന്നലെ അല്ലെ? അതിൽ നിന്നൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരാം. ഇനിയുള്ളത് നമ്മുടെ പ്ലൂറൽ ഫോം ചോദിക്കും കേട്ടോ. ഓക്സിന്റെ പ്ലൂറൽ ഫോം എന്താണ്? നോട്ട് തന്നതല്ല, ക്ലാസ്സിൽ തന്നെ അന്ന് കുറച്ചിങ്ങനെ പറഞ്ഞു തന്നിരുന്നു. ഗാലക്സി, കൺവക്കേഷൻ, ഫ്ലീറ്റ്, അംബുഷ്, അങ്ങനെ കുറച്ച് വേർഡ്സ് കളക്റ്റീവ് നൗണിന്റെ. ആണോ? അല്ലാതെ ഞാൻ അപ്ലോഡ് ചെയ്തില്ല. എങ്ങനാ അപ്ലോഡ് ചെയ്തില്ലേ? നോട്ട് അപ്ലോഡ് ചെയ്തോ കളക്റ്റീവ് നൗണിന്റെ? നോട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ സെപ്പറേറ്റ് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. നോട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് നാളെ ക്ലാസിന്റെ കൂടെ തന്നെ ഞാൻ അത് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കളക്റ്റീവ് നൗൺ. ഓക്കെ, ഞാൻ ചെയ്യാം. പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് കളക്റ്റീവ് നൗൺസ് പറഞ്ഞു തന്നിരുന്നില്ലേ ക്ലാസ്സിൽ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 7 എണ്ണം പറഞ്ഞു. അത് നോക്കി വെക്കണം കേട്ടോ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ നൗണ് അത്രയും പോർഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഈ 4 എണ്ണം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഉള്ളത് പ്ലൂറല്. നമ്മുടെ പ്ലൂറൽസ് ഓരോന്നിന്റെയും പ്ലൂറൽ ഫോം പഠിച്ചു വെക്കുക. അതിന് നോട്ട് ഞാൻ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. പ്ലൂറലിന്റെ നോട്ട് അല്ലെ? ഓരോന്നിന്റെയും
ബോയ്സ് ആണ്, അങ്ങനെ ഓക്സ് ആണ് എന്നൊക്കെ പറയുന്ന ഞാൻ നോട്ട് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. അത് പ്ലൂറൽ ഫോം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കും, ഐഡന്റിഫൈ ചെയ്യാൻ വരും. 4 ഓപ്ഷൻസ് തന്നെ ഉണ്ടെങ്കിൽ ഇപ്പോ ഓക്സിന്റെ പ്ലൂറൽ ഫോം ഏതാണെന്നായിരിക്കും ക്വസ്റ്റ്യൻ വരും. ഓക്സ് അവിടെ ഓപ്ഷൻസ് ഇതൊക്കെ ആയിരിക്കും. ഓക്സ്, ഓക്സൺ, ഓക്സസ്, ഓക്സസസ് എന്നൊക്കെ പറഞ്ഞ് സ്പെല്ലിംഗ് തെറ്റൊക്കെ വരാം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകും. അതിൽ തന്നെ കറക്റ്റ് ആൻസർ ഉണ്ടാകും കേട്ടോ. അപ്പൊ നന്നായിട്ട് വായിച്ചു നോക്കാം ഓപ്ഷൻസ്. ഓക്കെ, ഓപ്ഷനൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മെയിൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്സൺ എന്ന് പറയുന്നത് OXEN ആണ്, ഓക്സൺ. ചിലപ്പോ OXAN ഒക്കെ തരും, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് എഴുതാൻ നോക്കാം. Then genders formation of genders ഇത് വന്നിട്ടുണ്ട്, അങ്ങനെ ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോ പോയറ്റിന്റെ ഏതാണ് ഫീമെയിൽ ജെൻഡർ ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ പോയറ്റസ് ആണ്, ആക്ടർ ആക്ട്രസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ജെൻഡേഴ്സ് ഒന്ന് നോക്കി വെക്കാം. ടെക്സ്റ്റ് എന്ന് പറയുന്ന ചാൻസ് ഉള്ളൂ കേട്ടോ. ടെക്സ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും അങ്ങനെ വരാൻ. എന്നാലും ടെക്സ്റ്റും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കും കേട്ടോ. ബ്രൈഡ് ഗ്രൂം, ബ്രൈഡ് ആണ് കണ്ടോ. കുറച്ച് ജെൻഡേഴ്സ് നോക്കി വെക്കാം. ഇത്രയാണ് നമ്മുടെ നൗൺ പോർഷനിൽ നിന്ന് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി പ്രോണൗൺ. പ്രോണൗണിൽ 9 പ്രോണൗണിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരും. 9 പ്രോണൗണും പഠിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ചോദ്യം വരും കേട്ടോ. കീവേഡ് വെച്ചിട്ട് പഠിക്കുക. ഇതിൽ എംഫാറ്റിക്കും റിഫ്ലെക്സീവും നോക്കി വെക്കണം. ഇതാണ് കുറച്ച് കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉള്ള പ്രോണൗൺസ്. എംഫാറ്റിക് എന്താണ്? നൗണിന് ശേഷം, നൗണിനോ പ്രോണൗണിനോ ശേഷമാണ് കീവേഡ് വരുന്നതെങ്കിൽ അത് എംഫാറ്റിക് ആണ്. ഓക്കെ, നൗണിനോ പ്രോണൗണിന് ശേഷമാണ് കീവേഡ് വരുന്നതെങ്കിൽ അത് എംഫാറ്റിക്. റിഫ്ലെക്സീവ് എന്താണ്? ചിലപ്പോൾ വെറുപ്പിന് ശേഷമൊക്കെ ആയിരിക്കും പറയാം, അത് റിഫ്ലെക്സീവ് ആണ് എന്ന് മനസ്സിലാക്കാം. ബാക്കിയെല്ലാം കീവേഡ് പഠിച്ച് പഠിക്കാം, എളുപ്പമാണല്ലോ. പിന്നെ റിലേറ്റീവ് പ്രോണൗൺ. റിലേറ്റീവ് പ്രോണൗൺ എന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സ്ട്രാ വരും കേട്ടോ. അത് ഫില്ല് ചെയ്യാനായിരിക്കും. ഫില്ലിന്റെ ബ്ലാങ്ക്സ് വെച്ചിട്ടായിരിക്കും റിലേറ്റീവ് പ്രോണൗണിന് ക്വസ്റ്റ്യൻസ് വരാം. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അത്, അല്ല ഇന്നലെ ഞാൻ പറഞ്ഞാലേ ഇന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ക്ലിയർ അല്ലേ അത്? പറയൂ, ഓക്കെ ആണോ? റിലേറ്റീവ് പ്രോണൗൺ തിങ്ക്, ആനിമൽ ഓർ തിങ്ക് ആണെങ്കിൽ വിച്ച് ഓർ ദാറ്റ് ആണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയേ ഉള്ളൂ ഇതിന്ന് വരാം. 9 എണ്ണത്തിന് വരും, ഇത്രയേ ഉള്ളൂ. അപ്പോ ഫസ്റ്റ് യൂണിറ്റ് 2 കഴിഞ്ഞു. വെർബ്. വെർബിൽ വരുന്നത് ഈസ്, ആർ, സിംഗുലറിന്റെ കൂടെ സിംഗുലർ ഓക്സിലറീസ് ആണ്, പ്ലൂറലിന്റെ കൂടെ പ്ലൂറൽ ഓക്സിലറീസ് ആണ് യൂസ് ചെയ്യുക അല്ലെ. അപ്പോ ഈസ്, ആർ ഫിൽ ചെയ്യാനൊക്കെ വരാട്ടോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും മെയിൻ ആയിട്ട് ഇതിനൊക്കെ വരും. ഇപ്പോ he dash to temple every day. He dash to temple every day എന്ന് പറഞ്ഞു. He dash to temple every day. Options. ഏതായിരിക്കും വരാ? He dash to go. He dash to temple every day. Go, goes, going, gone. Which one is correct answer? Goes. Goes. Goes വരാൻ കാരണം Sentence is a simple present tense, and it shows every day shows that it is in simple present tense. So with the subject singular, we add s or es form of the verb. Yeah, okay. Singular, simple present tense ആണ്.
സോ സിംഗുലർ സബ്ജക്റ്റിനെ കൂടെ നമ്മൾ യൂസ് ചെയ്യണത് സിംഗുലർ വേർബ് ആയിരിക്കണം. അതുകൊണ്ട് അവിടെ ഗോസ് വന്നു അല്ലെ. ഹി ആയതുകൊണ്ട് ഗോയുടെ കൂടെ നമ്മുടെ ഇഎസ് ആഡ് ചെയ്തു, അത് ഗോസ് ആക്കി അല്ലെ, സിംഗുലർ വേർബ് ആക്കി. സോ അവിടെ ആൻസർ ഗോസ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ വെർബിൽ നിന്ന് വരാം. ഇനി ഓക്സിലറി എന്ന് വരാം കേട്ടോ. ഇപ്പോ ഓക്സിലറി ആണെങ്കിൽ ഇങ്ങനെ വരാം. He is dashed to school. Go, going, goes, gone ആണ്. ഏതായിരിക്കും വരാം? ഗോയിങ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, ing ഫോം ആണ് വേണ്ടത്. അപ്പൊ ഗോയിങ് ആണ് വരാം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് വരാം. ഇനി ടെൻസിൽ നിന്ന് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. ദെൻ നമ്മൾക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിന്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും വരും, ഷുവർ ആണ്. അത് നന്നായിട്ട് പഠിക്കുക. ടെൻസ് വൈസ് ആണെങ്കിലും നന്നായിട്ട് പഠിക്കുക. ആൻഡ് ഒരു ക്ലാസ്സിൽ നമുക്ക് ആക്റ്റീവ് വോയിസും റിപ്പോർട്ട് സ്പീച്ചും ഞാൻ കുറച്ചുകൂടെ എക്സസൈസ് ഒക്കെ തന്നിട്ട് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, ഒരു ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഡൗട്ട് ഉണ്ടല്ലോ നിങ്ങൾക്ക്? ഡൗട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലെ? കുറച്ച് നാളെ നമ്മൾ എടുത്തിട്ട്. ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലെങ്കിൽ എക്സസൈസ് ചെയ്യിക്കണോ? ശരിയാണ്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ കോൺകേർഡ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പറയണ്ടല്ലോ. ക്ലിയർ ആണ്? കോൺകേർഡ് ഞാൻ ഇമ്പോർട്ടന്റ് ആയ കോൺകേർഡ് മാത്രം നോക്കിയാൽ മതി. അതൊക്കെ പഠിക്കണം കേട്ടോ, പഠിക്കേണ്ടതാണ്. അഡ്ജക്റ്റീവ് ഞാൻ ഇന്നലെ പറഞ്ഞു. അഡ്ജക്റ്റീവ് ഫ്രേസും ആഡ്വർബ് ഫ്രേസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാം. അതും ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. പ്രിപ്പോസിഷൻ എന്തായാലും ക്വസ്റ്റ്യൻ വരും, മസ്റ്റ് ആണ്. ഓക്കെ, ഐ തിങ്ക് 5 ക്വസ്റ്റ്യൻ എങ്കിലും പ്രിപ്പോസിഷനിൽ നിന്ന് വരും. അതുപോലെ തന്നെയാണ് ആർട്ടിക്കിളിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ ഒക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, ആർട്ടിക്കിൾ 5 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നൗണിന്റെ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അത്രയും 5 എണ്ണം പ്രതീക്ഷിക്കാം. ആർട്ടിക്കിൾ അറ്റ്, ഓൺ, ഇൻ, അറ്റ്, ഓൺ, ഇതൊക്കെ തന്നെ വരും. അറ്റ്, ഓൺ, ഇൻ, ഫോർ, ഇതെല്ലാം ഇത് മാത്രമേ വരുള്ളൂ കേട്ടോ. 1, 2, 3, 9 പ്രപ്പോസിഷൻ നമുക്ക് ക്ലാസ്സിൽ ടെക്സ്റ്റ് തന്നെ. അതിൽ നിന്ന് എന്തായാലും തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ ഇതെല്ലാം പഠിക്കാം. പ്രപ്പോസിഷൻ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയൊക്കെ വരും എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഡയറക്ട് സ്പീച്ച്, റിപ്പോർട്ട് സ്പീച്ച് ഞാൻ ക്ലാസ്സിൽ ഒരു ദിവസം പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാം. ആക്റ്റീവ് വോയിസും എക്സസൈസ് ചെയ്യാം, റിപ്പോർട്ട് സ്പീച്ചും ചെയ്യാം. അതുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. റിപ്പോർട്ട് സ്പീച്ചില് നമുക്ക് മെയിൻ ആയിട്ട് സ്റ്റേറ്റ്മെന്റിൽ നിന്നാട്ടോ വരാറ്. സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് വന്ന് കണ്ടിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് അത്രയും ടഫ് ആയിട്ട് എക്സാമിന് പൊതുവെ ടഫസ്റ്റ് എക്സാം ഉണ്ടായിട്ടില്ല. ഇംഗ്ലീഷിന് സിമ്പിൾ ആയിരിക്കും. ഞാൻ ഉണ്ടാക്കണം അങ്ങനെയാണ് കേട്ടോ. സിമ്പിൾ ആണ്, നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് ഈസി ആയത് നിങ്ങൾക്ക് ടഫ് ആകണം എന്താവോ ചാൻസ് അറിയില്ല. ഓക്കെ, പാർട്ടിസിപ്പിൾ എന്ന് അറിയാലോ, ing ഫോം ആണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞാണല്ലോ, അതൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. ഫ്രേസൽ വേർബില് ഞാൻ പറഞ്ഞു. ഫ്രേസൽ വേർബിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് ഞാൻ ഫ്രേസൽ വേർബില് മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ലല്ലോ അല്ലെ? ഈ ചാപ്റ്ററിൽ മോക്ക് ടെസ്റ്റ് വന്നിട്ടില്ലല്ലോ. ഇല്ല മിസ്. നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഫ്രേസൽ വേർബിൽ നിന്ന് മോക്ക് ടെസ്റ്റ് നാളെ എഴുതും. ഓക്കെ, അപ്പൊ നാളെ ഫ്രേസൽ വേർബിൽ മോക്ക് ടെസ്റ്റും ദെൻ
കളക്റ്റീവ് നൗണും കൂടെ അപ്ലോഡ് ചെയ്യാം. നാളെ വരുന്ന മോക്ക് ടെസ്റ്റ് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. അതിൽ നിന്നായിരിക്കും ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ. ഞാൻ ആ രീതിയിൽ മാത്രം ക്വസ്റ്റ്യൻസ് ഇടാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഫ്രേസൽ വെർബ് അങ്ങനെ പഠിച്ചാൽ മതി, സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ ടാഗ് ഞാൻ മോക്ക് ടെസ്റ്റ് ഇട്ടിരുന്നോ? ഇല്ല, ഇല്ലല്ലോ. ഓക്കെ, ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയി. അപ്പൊ ഫ്രേസൽ വെർബ്, ക്വസ്റ്റ്യൻ ടാഗ്, കളക്റ്റീവ് നൗൺ, ഇത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യട്ടെ 3. ഓക്കെ ആണോ? ഓക്കെ മിസ്. ഓക്കെ, പിന്നെ അണ്ടർസ്റ്റാൻഡിങ് സ്പെല്ലിങ്, ഇത് നിങ്ങൾ സ്പെല്ലിങ് പഠിച്ചു വെക്കണം. പുറത്തുനിന്ന് ഇറങ്ങി ക്വസ്റ്റ്യൻ വരാം. ഗ്രാമറിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് പറഞ്ഞ എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും ഗ്രാമറിന്റെ സ്പെല്ലിങ്. പെട്ടെന്ന്. ഓക്കെ, MME ആണോ MMA ആണോ? MME. ഷുവർ ആണോ? ഇതാണ്. ഇപ്പൊ മനസ്സിലായോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? കൺഫ്യൂഷൻ അല്ലേ? ഇതാണ് അണ്ടർസ്റ്റാൻഡിങ് സ്പെല്ലിംഗ് എന്ന ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ഗ്രാമർ. ഗ്രാമറിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ് എന്ന് ചോദിച്ചാല് നിങ്ങൾ എന്ത് പറയും? GRAMMAR. AR ആണ് കേട്ടോ, ER അല്ല, AR. ഗ്രാമർ. ഓക്കെ, പിന്നെ ഇനി എന്താ ചോദിക്കുക? കറക്റ്റ് സ്പെല്ലിംഗ്. ഞാനും കുറച്ച് ഞാൻ നോക്കട്ടെ, എക്സാമ്പിൾ കുറച്ച് സ്പെല്ലിങ്സ് ഞാൻ നോക്കിയിട്ട് വരാം. അത് നമുക്ക് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഓരോരുത്തരും ഇംഗ്ലീഷ് എനിക്കിപ്പോ ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സും ഞാൻ ഫ്രീ ആണ്. പ്രത്യേകിച്ച് എനിക്ക് പോർഷൻസ് ഒന്നും എടുക്കാനില്ല. എക്സസൈസ് ചെയ്യിപ്പിക്കുക, ഒന്ന് റിവൈൻഡ് ചെയ്യിക്കുക, റിവിഷൻ ചെയ്യിക്കുക, അത്രയൊക്കെയുള്ള എനിക്ക് ഉള്ള ജോലി, വേറെ ഒന്നുമില്ല കേട്ടോ. മാക്സിമം അതുകൊണ്ട് നിങ്ങളൊന്ന് ഇംഗ്ലീഷ് നിങ്ങളുടെ പോർഷൻസ് ഒന്ന് കവർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ചോദിക്കാം. ഇതേപോലെ ടൈം എനിക്ക് കിട്ടില്ല കേട്ടോ, കാരണം നമുക്ക് ഇത്രയും ഇനി അങ്ങോട്ട് റിവിഷന്റെ ടൈമിംഗ് ആണ്. ഇതൊക്കെ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ക്ലാസ്സിൽ ഇതുവരെയും ചിലപ്പോ ഏതെങ്കിലും ഒരു ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യാത്തവർ, ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻസ് മിസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ തന്നെ ചോദിക്കുക. ഇപ്പൊ ഇനി അങ്ങോട്ടുള്ള ക്ലാസ് ഒക്കെ മാക്സിമം ഒന്ന് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? mock test phrasal verb and question tag mock test ഉണ്ടാകും. then collecting noun അഥവാ നോട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ ഇത്രയും കളക്റ്റീവ് നൗൺസ് മാത്രം നോക്കി വെക്കും. ഇപ്പൊ ഗ്രൂപ്പ് ഓഫ് ഷിപ്സിന് എന്താ പറയാ? ഗ്രൂപ്പ് ഓഫ് ഷിപ്പ് ആണ് ചോദിച്ചത്. ഗ്രൂപ്പ് ഓഫ് ഷിപ്സ് എന്താ പറയാ? ഇത് കളക്റ്റീവ് നൗൺ ആണ്. ഗ്രൂപ്പ് ഓഫ് ഷിപ്പ്. അറിയില്ല. ഗ്രൂപ്പ് ഓഫ് ഷിപ്പ്. ഹേർഡ് HERD ഹേർഡ്. ഫ്ലീസ് ആണ്. ഫ്ലീറ്റ് ആണ് കേട്ടോ. ഫ്ലീറ്റ് ഇതാണ് കഴിഞ്ഞ എക്സാമ്പിൾ വന്നത്. ഇതാണ് ഫ്ലീറ്റ് ആണ് ചോദിച്ചത്.
ഓക്കെ, ഇതൊക്കെ പഠിച്ചു വെക്കാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നാളെ നമുക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യൂ. ഫ്രേസൽ വെർബ് ആൻഡ് ക്വസ്റ്റ്യൻ ടാഗ്. ഫ്രേസൽ വെർബ് മോക്ക് ടെസ്റ്റിൽ വരുന്നതായിരിക്കാം എക്സാമിന് വരാം. അപ്പൊ ഇമ്പോർട്ടന്റ് ആയത് മാത്രം ഞാൻ നാളെ മോക്ക് ടെസ്റ്റ് ഇടാം. അത് പഠിക്കും. അത് പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. എക്സാം ആണെങ്കിൽ ശരി, ഞാൻ മെയിൻ എക്സാം ഞാൻ നോക്കട്ടെ ഏകദേശം. നമുക്ക് അപ്പൊ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ഇമ്പോർട്ടന്റ് ആയത് ഞാൻ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഇടാം. അപ്പൊ അത് പഠിക്കുന്നതിനെ കുറിച്ച് എഴുതും. എക്സാം ഓഗസ്റ്റ് 1 ഒക്കെ ആയിട്ടുണ്ടാവോ? അറിയില്ലല്ലോ, പ്രാക്ടിക്കൽ കഴിഞ്ഞാലാണ് മെയിൻ എക്സാം വരാം. ഇന്റർഷിപ്പിന് പോണ ടൈം അതാണ് വെച്ചത് ഓഗസ്റ്റില്, അത് കാരണം. ഓക്കെ, ഒരു കാര്യം ചെയ്യൂട്ടോ, രാധിക ജിഷ മിസ്സിനോട് ചോദിച്ചു നോക്കാം പ്രാക്ടിക്കൽ എങ്ങനെയൊക്കെ ആയിരിക്കും, എത്ര ടൈം എടുക്കും എന്നൊക്കെ ചോദിച്ചാൽ ജിഷ മിസ്സിന് ഏകദേശം അറിയാൻ പറ്റും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പൊ ഇനി വൈൻഡപ്പ് ചെയ്യാനൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ. സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു മിസ്. Thank you, miss. Thank you, Miss.